Okay, please mark your attendance. Mrs. Exam Yes. science notebook പുറകിൽ എഴുതി മതി. MS നോട്ട്ബുക്കിലാണ് എഴുതേണ്ടത്. You have to bring it at the starting of the offline class itself. ഓക്കെ, ഇന്ന് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം, പിന്നെ ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്ന അന്ന് തന്നെ കൊണ്ടുവരികയും ചെയ്യണം, കേട്ടല്ലോ. ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം. എന്നാൽ വേഗം വേഗം പോയിട്ട് വാ. എല്ലാവരും MS നോട്ട് ബുക്കിൻ്റെ കേട്ടോ. യു ക്യാൻ റൈറ്റ് ദ എക്സാം ഇൻ MS നോട്ട് ബുക്ക് ഉള്ളി. മിസ്സേ, ഞാൻ പേപ്പറിലെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എഴുതിയത്. അതിന് ഞാൻ ശരിയാക്കുന്നില്ല. ഞാൻ വേഗം MS നോട്ട് ബുക്കിലെടുത്ത് തിരുത്തി എഴുതിക്കോ. നിന്നെ ഞാനുണ്ടല്ലോ ഏഴാം ക്ലാസ്സിലെ മക്കളാ, എന്നിട്ട് എക്സ്ക്യൂസ് പറയാ വേണ്ടാണ്ട്. എടാ എന്നടാ മിസ്സേ? മിസ്സേ, ഇപ്പം എന്റെ കയ്യിൽ ഇപ്പൊ MS നോട്ട്ബുക്ക് ഒന്നും ഇല്ല. ഇപ്പം വേറൊരു വീട്ടിലാ ഉള്ളത്. ബുക്കൊക്കെ ഇരിക്കുന്നത് ഞങ്ങളുടെ വേറൊരു വീട്ടിലാ. ആ വീട്ടിലോട്ട് ചെല്ലുമ്പോ ഈ ബുക്ക് ഇതിലങ്ങോട്ടങ്ങ് ശരിക്കും എഴുതണം കേട്ടോ. ഇപ്പം പേപ്പറിൽ എഴുതിയാ മതി. എഴുതിക്കോ. സ്റ്റാർട്ട് ചെയ്തോട്ടെ? യെസ്, യു ക്യാൻ സ്റ്റാർട്ട് നൗ. ഹെവനെ പഠിച്ചിട്ടുണ്ടോ? എത്ര പ്രാവശ്യം വായിച്ചു? 4 വട്ടം. ഗുഡ്. ശ്രീ വിഷ്ണു, ജോയൽ, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. ശ്രീ വിഷ്ണു, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്പർ ഇട്ടിട്ട് ആൻസർ ഇട്ടാ പോരെ? പോരാ, യു ഹാവ് ടു റൈറ്റ് ക്വസ്റ്റ്യൻ ഓൾസോ. അങ്ങനെ മടി പിടിക്കണ്ട. അതിൻ്റെ പിന്നിൽ വേറെ കാരണമുണ്ട്. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയാൽ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അല്ലാണ്ട് കുറേ ആൻസേഴ്സ് കിട്ടിയാൽ മാത്രമായിട്ട് കിട്ടത്തില്ല. കൂടാതെ മിസ്സ് മൊബൈലിൽ നോക്കുമ്പോൾ മിസ്സിന് ക്വസ്റ്റ്യനും കൂടെ ഉണ്ടെങ്കിൽ ആൻസർ വേഗം ചെക്ക് ചെയ്യാൻ പറ്റും. മടി പിടിക്കാതെടാ, ആകെ കുറച്ചല്ലേ ഉള്ളൂ. അർജുൻ, റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായി വായിച്ച ശേഷം മാത്രമേ ആൻസർ എഴുതാൻ പാടുള്ളൂ.
മിസ്സേ എന്തോ പറഞ്ഞോളൂ. നെയിം ദ ഫോളോയിങ് ചോദ്യം എഴുതണോ? യെസ്, കറക്റ്റായിട്ട് അത് എഴുതുക, ഹൈഫൺ ഇടുക, കറക്റ്റായിട്ട് ആൻസർ എഴുതുക. നമ്പർ 1 LED ഹൈഫൺ ഇട്ടിട്ട് അതിനകത്ത് ശരിയായ ആൻസർ എഴുതുക. മിസ് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫില്ലിന്റെ ബ്ലാങ്ക്സ് അത് മനസ്സിലായില്ല. ഡാഷ് വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഹു നോട്ടീസ് ദ ഡിഫ്ലക്ഷൻ ഓഫ് കോമ്പാസ് നീഡിൽ വെൻ കറന്റ് പാസ് ത്രൂ ഇറ്റ്. അതാരാ കണ്ടുപിടിച്ച ആദ്യമായിട്ട്? മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ആളുടെ പേരാണോ അതോ ഏത് യെസ് ഇഫക്റ്റ് യെസ് എന്നാണോ? നെയിം ഓഫ് എ പേഴ്സൺ, സയന്റിസ്റ്റ്. നീ ഓടിയതാണ്. യെസ്, എന്താണ് ജോയൽ? പ്ലീസ് ടേൺ ഓൺ മിസ്സേ, അത് യുവർ അറിയാതെ അഡ്മിറ്റ് ആയി പോയത്. അറിയാതായി പോയതാണല്ലേ.
ഓക്കെ. മിസ് ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ നെയിം ദി ഫോളോയിങ് ആന്ന് പറഞ്ഞുതരോ? എ കോയിൽ ബിഹേവ് ലൈക്ക് എ മാഗ്നറ്റ് വെൻ കറണ്ട് പാസ് ത്രൂ ഇറ്റ്. നൗ ദിസ് കോയിൽ ഈസ് എ, എന്താണ് ആ കോയിലിന് ഇപ്പം നമ്മൾ പറയുന്ന പേരെന്താ? മിസ് താഴോട്ട് സ്ക്രോൾ ചെയ്യണം. One second. മിസ് എന്തിനാ അൺമ്യൂട്ടിന് ഓപ്ഷൻ തന്നെ? അത്രേ വന്നിട്ടുള്ളൂ അതിനകത്തല്ലേ കുറച്ചുകൂടെ. ആൻഡ് ഇറ്റ്സ് യൂസ് എന്നാണ് കേട്ടോ, അത്ര അതിനകത്ത് വന്നിട്ടുള്ളൂ. നെയിം എനി ടു ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആൻഡ് ഇറ്റ്സ് യൂസ്, ഉപയോഗം, USE യൂസ്, അത്രേ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. നെയിം എനി ടു ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആൻഡ് ഇറ്റ്സ് യൂസ്, USE. ഇലക്ട്രിക് കറണ്ടിൻ്റെ രണ്ട് ഇഫക്റ്റ്, രണ്ട് ഇഫക്റ്റ് എഴുതുക, അതിൻ്റെ ഡിഫറെൻറ്റ് യൂസസ് എഴുതുക. മിസ്സേ, ഈ രണ്ടിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ, അതായത് ഇഫക്റ്റോ യൂസ്, അത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ പകുതി മാർക്ക് കിട്ടോ? നോ കംപ്ലീറ്റ് വേണം. നെയിം എനി ടു ഇഫക്റ്റ്, പേരെഴുതണം, ആൻഡ് ഇറ്റ്സ് യൂസ്, രണ്ടിനും ഉപയോഗമുണ്ട്. ഒരുപാട് യൂസസ് പറഞ്ഞു തന്നിട്ടുണ്ട്. പകുതി എഴുതിയ മാർക്ക് കിട്ടൂല? പകുതി മാർക്ക് കിട്ടും. മിസ് എന്തോ അത് എക്സാമ്പിൾസ് രണ്ടോ മൂന്നെണ്ണം ആയ കുഴപ്പമില്ലല്ലോ? ഒരെണ്ണത്തിന് രണ്ടോ മൂന്നെണ്ണം? ഒരെണ്ണത്തിന് തന്നെ ഒരു മിനിമം ഒരു എത്രണ്ണം പറഞ്ഞു തന്നിട്ടുണ്ട്? മിനിമം ഒരു 3 വെച്ചാൽ എഴുതത്തില്ലേ? 3 ആ മൂന്നെണ്ണം ഞാൻ ചോദിച്ചേ. 3 എഴുതിക്കോ. മാഗ്നറ്റിക് എഫക്റ്റ് കുറേ ഉണ്ട്, ഹീറ്റിംഗ് എഫക്റ്റും എഴുതാം. നാലും പറഞ്ഞു പോയല്ലോ അല്ലേ? കഷ്ടം. മിസ്സേ അർജുനൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കായിരുന്നു. ഇങ്ങനെ നോക്കി ഇരിക്കണല്ലേ? അറിയാണ്ട് മിസ് അറിയാണ്ട് പറഞ്ഞല്ലേ? എൻ്റെ യൂസിൻ്റെ ഇത് വന്നില്ല. ഓക്കെ, യൂസ് മാത്രമേ ഉള്ളൂ, പകുതി മാർക്ക് കിട്ടി. യൂസും വേണം. അല്ല, ഹെവൻ ചോദിച്ച പോലെ പകുതി മാർക്ക് കിട്ടി. പകുതി മാർക്ക് കിട്ടി അല്ലേ? 3 എന്നല്ലേ മിസ് പറഞ്ഞുള്ളൂ. അതിന്റെ എന്താന്ന് എഴുതണ്ടേ? എല്ലാവർക്കും പകുതി മാർക്ക് വെച്ച് കിട്ടും. മിസ് എത്ര എക്സാമ്പിൾ എഴുതണം? എക്സാമ്പിൾ മീൻസ് നെയിം എക്സാമ്പിൾ അല്ല, യൂസ് മിനിമം
മിനിമം 3 യൂസസിൽ എഴുതണം. മിസ്സേ, എന്തോ ഫിൽ ദ ബാലൻസിലെ 4-ാമത്തെ ആളുടെ പേരാണ് എഴുതണ്ടേ? യെസ് യെസ് യെസ്. മിസ് ആ ഒന്നാമത്തെ ചോദ്യം വരെയുള്ളോ? നെയിം എനി ടു എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് ആൻഡ് ഇറ്റ്സ് യൂസസ് അത്രയുള്ള നല്ല മാർക്ക് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. Three marks for one question. മിസ്സേ, Yes. ആ ലാസ്റ്റ് കഴിഞ്ഞ നെയിം എനി Name any. അതിന് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, നെയിം എനി ടു എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആൻഡ് ഇറ്റ്സ് യൂസസ്. അതുകൊണ്ട് അതിന്റെ ലാസ്റ്റ് അപ്പൊ അതിന്റെ ആ ഇലക്ട്രിക് എഫക്റ്റുകളില്ലേ, അതിനെ ഡിഫൈൻ ചെയ്യണോ? എഫക്റ്റുകളെ ഡിഫൈൻ ചെയ്യണോ? ഓക്കെ അത് വേണം, കാരണം ഇറ്റ് ക്യാരീസ് 3 marks. 3 marks. Yeah. പക്ഷെ ആദ്യത്തെ എക്സാമിന്റെ പേപ്പർ കിട്ടിയില്ലേ? കിട്ടിയില്ലല്ലേടാ, ജസ്റ്റസ് തന്നില്ലേ? ഇല്ല. ഓക്കെ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്. അപ്പൊ മിസ് ഓരോ എന്റെ പേപ്പർ നോക്കി, പക്ഷെ പകുതിയെ നോക്കിയുള്ളൂ. പകുതിയെ നോക്കിയുള്ളൂ. എന്റെ ആരാടാ? അവസാനത്തെ ചോദ്യം ഞാൻ അയച്ചു തന്നില്ല, ഞാൻ പിന്നെ അയച്ചു മിസ് നോക്കി. അത് കണ്ടില്ല, പകുതി എഴുതി വെച്ചിരിക്കുന്നല്ലേ. ഓക്കെ, നമ്മുടെ ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്തല്ലേ, ഞാൻ നിങ്ങളൊക്കെ പിടിച്ചോളാം. ഇപ്പം നിങ്ങൾ മുങ്ങിക്കോ. മിസ്സേ, ആ അപ്പൊ ഓരോ 3 സെക്ഷനിൽ 3 മാർക്കാണോ അല്ലേ? മനസ്സിലായില്ല. ലാസ്റ്റ് 1 മാത്രം 3 മാർക്ക്. ബാക്കി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് 4-ന് 1 question carries 2 marks. Then name the following 2 marks each, and match the following. There are 3 questions and 1 for each question, and last 1/3 that has 3 marks.
ജസ്റ്റസ് ഡോണ്ട് ലീവ്. ജസ്റ്റസ് ഡോണ്ട് ലീവ്. നമുക്ക് സമയം എല്ലാവരും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ആൻസർ ഷീറ്റ് നോക്കാം. ഓക്കെ, അല്ലാതെ വെച്ചിരുന്നാൽ ഇനി സമയം കിട്ടത്തില്ല മിസ്സിന് നോക്കാൻ വേണ്ടി. നമുക്ക് നിങ്ങളെല്ലാവരും സബ്മിറ്റ് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ക്ലാസ്സിൽ വെച്ച് തന്നെ ആൻസർ ഷീറ്റ് നോക്കാം. ടൈം ഉണ്ടാവും മിസ്സേ? നോക്കാം, പറ്റും, നോക്കട്ടെ. ഇപ്പം 2:10 ആയി അല്ലേ? നോക്കാം. മിസ് ആ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണോ? യെസ്, ലാസ്റ്റ് വണ്ണിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. എക്സ്പ്ലെയിനും വേണം, എക്സാമ്പിളും വേണം, എല്ലാം വേണം. ഇല്ല, നമ്മുടെ ലാസ്റ്റത്തെ എഴുതിയിട്ടേ എഫക്ട്സിന്റെ കൂടെ അതിന്റെ യൂസ് എഴുതിയ കുഴപ്പമുണ്ടോ? അതായത് ഇപ്പൊ ആദ്യത്തെ എഫക്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ അതിന്റെ എക്സാമ്പിൾസും യൂസസും എഴുതിയ കുഴപ്പമുണ്ടോ? ഇല്ല, അങ്ങനെയാണല്ലോ എഴുതണ്ടേ. ഫസ്റ്റ് വൺ ആ എഫക്റ്റിൻ്റെ പേരെഴുതുക, എന്താന്ന് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ യൂസ് എഴുതുക, എക്സാമ്പിൾ എഴുതുക. അതിനുശേഷം സെക്കൻഡ് എഫക്റ്റ് എഴുതുക, ഡിഫൈൻ ഇറ്റ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് യൂസ് ആൻഡ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. ഇൻ കേസ് ഇനി സമയം കിട്ടുന്നില്ലെങ്കിൽ മിസ് പിന്നീട് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നാൽ നിങ്ങൾ തന്നെ സത്യസന്ധമായി നോക്കുമോ? കള്ളത്തരം ചെയ്താലോ? അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്നതല്ലേ, എന്നോടല്ലല്ലോ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റി ഇതിപ്പം ടെസ്റ്റ് പേപ്പർ ഇതിനകത്ത് കള്ളത്തരം കാണിച്ചു വിചാരിച്ചു. അപ്പൊ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? അതാ ഞാനും ചോദിക്കുന്നേ. അപ്പം നിങ്ങൾ നിങ്ങളെ പറ്റിക്കാതിരുന്നാൽ മതി. കാരണം മിസ്സിന് 8നും 4നും എല്ലാം മിക്സ് എക്സാം ഇടുന്നുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും. സോ എല്ലാവരുടെയും പേപ്പറോട് മിസ് നോക്കി തീരുന്നില്ല മക്കളെ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ വലിയ കുട്ടികളല്ലേ, അപ്പം നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളുടെ പേപ്പർ അത് നിങ്ങളോട് സത്യസന്ധത പുലർത്തിയാൽ മതി. അല്ല മിസ് എങ്ങനെ ഉദ്ദേശിച്ചത്? നമ്മൾ വേറെ ആൾക്ക് അയച്ചു കൊടുക്കുവാണോ അതോ നമ്മൾ തന്നെ? അങ്ങനെ ചെയ്താലും മതി, അങ്ങനെ ചെയ്താലും മതി. അത് ചെയ്യാൻ പറ്റുമോ? അത് പേപ്പർ ഞങ്ങള് വേറെ മിസ് ടെസ്റ്റിനായിട്ട് തന്നെ ഒരു ഗ്രൂപ്പ് പറഞ്ഞല്ലോ, ആ ഗ്രൂപ്പിലിട്ട് ഓരോരുത്തരെ വെച്ച് അങ്ങ് നോക്കിയാൽ പോലെ. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ് ഐഡിയ. നല്ല ഐഡിയ കേട്ടോ, അത് ചെയ്തോ, നല്ല കാര്യം. ഞാൻ മിസ് ആൻസർ അയച്ചു തരാം. അയച്ചു തരേണ്ട കാര്യമുണ്ടോ? ടെക്സ്റ്റ് ബുക്കിലില്ലേ? കൊറേ തപ്പണ്ടേ മിസ്, ഇത് ഉള്ളിന്നിട്ട് കൊറേ തപ്പുമ്പം പഠിക്കുവല്ലേ. മിസ് ഇടണ്ട, തപ്പുമ്പോ കുറച്ചും കൂടെ ബുദ്ധി വർദ്ധിക്കും. മാത്സിനെ ഫോളോയും വളരെ സിമ്പിൾ ആണ്. ഒരു ടിക്ക് കൊണ്ട് കണ്ടുപിടിച്ചാൽ സിമ്പിൾ ആയിട്ട് ജയിക്കാം. ഏതാ മാത്സിനെ ഫോളോയിങ്? അതന്നെ, നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങളെ വിഷമിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ലല്ലോ. എങ്ങനെ ചെക്ക് ചെയ്യുന്നത് എനിക്ക് ക്ലിയർ ആയില്ല. നമ്മളെ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ആക്കിയിട്ടില്ലായിരുന്നോ കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പിലത്തെ ചാപ്റ്റർ ഗ്രൂപ്പ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട്? ഞാനില്ല കേട്ടോ അതില്. ജസ്റ്റസ് ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു, ജുവാനയും ജസ്റ്റസും. അതെ, നിങ്ങളെ പ്ലീസ് അതിനൊരു കാരണമുണ്ട്. അവനങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. കാരണം ഞാൻ ഇട്ട പരീക്ഷയ്ക്കകത്ത് അവനാപ്പാട് 5 മാർക്ക് കിട്ടിയുള്ളു. അതിന്റെ ഒരു വിരോധമാണ്. അതൊന്നും വേണ്ട, നമ്മൾ ഒരു ക്ലാസ്സിലെ കുട്ടികളല്ലേ, വിരോധമൊക്കെ പോട്ടെ അല്ലേ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാറില്ല, കൂട്ടുകാരനെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിരോധമൊന്നും നമുക്ക് വേണ്ട. നിങ്ങൾ നിങ്ങളുടെ തൊട്ട് താഴെയുള്ള റോൾ നമ്പർ അറിയാമോ? നിങ്ങളുടെ തൊട്ട് താഴെയുള്ള റോൾ നമ്പർ ഒന്ന് അയച്ചു കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ
ഓഫ്ലൈനിൽ വരുന്ന അന്ന് തന്നെ എന്നെ മിസ്സിനെ ഇത് കാണിക്കണം. നിങ്ങളുടെ ആൻസർ, നിങ്ങൾ എഴുതിയ ആൻസറും നിങ്ങൾ ചെക്ക് ചെയ്ത് കിട്ടിയ റിസൾട്ടും ഒക്കെ മിസ്സിനെ കാണിക്കണം. നമുക്കിഷ്ടം പോലെ സമയമുണ്ട്. മിസ് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ? ഏതാടി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണോ? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനകത്തോട്ട് കൊണ്ടുവരരുത്, അത് വേറെ ചാപ്റ്റർ വിടറാ. ഞാൻ വേറെ ഗ്രൂപ്പിലൊന്നും ഇല്ല കേട്ടാ. ജസ്റ്റസിന്റെ തൊട്ട് താഴെയുള്ള റോൾ നമ്പർ ആരുടെയാ, പേരാരുടെയാ? എന്റെ ഏതാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ക്ലാസ് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പേര് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന നിങ്ങളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ഇവിടെ ഇല്ല. അത് ഞാൻ എടുക്കാൻ പോകണം. ഇനിയിപ്പോൾ സമയമില്ല. ഞാൻ എടുത്തിട്ട് വന്ന് പറഞ്ഞാൽ മതിയോ? ഓക്കെ, ഡോണ്ട് ലീവ്. ഞാൻ മിസ് അന്ന് 13ാമത്തെ ചാപ്റ്ററിന് ഗ്രൂപ്പ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് റോൾ നമ്പർ വെച്ചിട്ട് ഒരു 2 എക്സാം ആക്കിയില്ലേ? അത് പോയോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയില്ലേ? ആ എടാ റെക്കോർഡിംഗ് ഓണാണ്. ഓക്കെ, റെക്കോർഡിംഗ് ഓണാ. അധികം കാര്യമൊന്നും പറയണ്ട. എടാ അർജുനെ, നീ എന്താ വീഡിയോ ഓഫ് ചെയ്ത്? ജോയല്, ആരാധ്യ, ഇവർക്കെന്താ വീഡിയോ ഓഫ് ചെയ്യുന്ന കോപ്പിയടിയാ? മിസ്സേ, എന്തിനാ ഒച്ച വെക്കുന്നേ? ഇത് എക്സാം ഹാളാട്ടോ. നിങ്ങളുടെ വീടാന്ന് വെച്ചിട്ട് കാര്യമില്ല. മിണ്ട അധികം സംസാരിക്കല്ലേ. മിസ്സേ അല്ല മിസ്സേ, അർജുനും ആരാധ്യയും ജോയലൊക്കെ വീഡിയോ ഓഫ് ചെയ്തേക്കായിരുന്നു. കള്ളത്തരം മിസ്സിന് അറിയില്ല വിചാരിക്കുന്നവരല്ലേ. നമുക്ക് അവരെ പിടിക്കാം. എടാ അവരെ നമുക്ക് ക്ലാസ്സിൽ വരുമ്പോൾ പിടിക്കാം. ഓക്കെ, ആരാധ്യക്ക് അഫ്രാസ് ആണ്. അഫ്രാസ് ആബ്സെന്റ് ആണ്. സോ അലൻ ബെന്നി, ആരാധ്യ അലൻ ബെന്നി, അർജുൻ അശ്വിൻ, ആതിര ഡെൽവിൻ, ഹലീമ ഇല്ല, ഹരിനന്ദ് ഹെവൻ, ജീവ ജോയൽ, ജുവാന ജസ്റ്റസ്, ദെൻ മുഹമ്മദ് ഷാനീഫും ശ്രീ വിഷ്ണുവും ശ്രീ വസുദേവും ഒരു ഗ്രൂപ്പ്. ലാസ്റ്റത്തെ 3 കുട്ടികൾ ഒരു ഗ്രൂപ്പ്. ഷാനീഫ്, ശ്രീ വിഷ്ണു, വസുദേവ്. അത് നിങ്ങളിഷ്ടമുള്ള അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി. ക്ലിയർ ആയോ? ആരാധ്യയും അലനും, അർജുനും അശ്വിനും. അതിനകത്ത് അറ്റൻഡ് ചെയ്തൊന്നും മനസ്സിലാവുന്നില്ല. ചാറ്റ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അർജുൻ അശ്വിൻ, ആതിര ഡെൽവിൻ, ഹരിനന്ദ് ഹെവൻ, ജീവ ജോയൽ, ജുവാന ജസ്റ്റസ്, ഷാനീഫ്, ശ്രീവിഷ്ണു, വസുദേവ്. ക്ലിയർ? മിസ് ഇത് പേഴ്സണലായിട്ടാണ് അയച്ചു കൊടുക്കണ്ടേ? യെസ്. അവരുടെ നമ്പർ നിങ്ങളുടെ കയ്യിലില്ലേ? ഇല്ലെങ്കിൽ സംഘടിപ്പിക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് വേഗം മാർക്ക് കിട്ടും. അതിനുശേഷം മിസ്റ്റേക്ക് വന്നതൊക്കെ അറ്റ്ലീസ്റ്റ് 3 ടൈംസ് എങ്കിലും എഴുതി മിസ്സിന് അയച്ചു തരിക. അതിനാ ഫിനിഷ് ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫ്രണ്ട് അയച്ചു കൊടുത്താൽ മതി. സബ്മിറ്റ് ചെയ്തിട്ട് 10-15 മിനിറ്റ്. ഞാൻ കണ്ടുകൂടാ നിൻ്റേത്. ഇപ്പം നോക്കണോ? വേണ്ടല്ലേ? അവൻ പറയാ നാണം കിടന്നുണ്ടെന്ന്. എന്നാ കുഴപ്പമില്ല, നോക്കിക്കോ, കുഴപ്പമില്ല. മിസ് ഇപ്പൊ നോക്കണ്ട മിസ്. ഇപ്പൊ ഞാനങ്ങ് എല്ലാരും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കല്ലേ. മിണ്ടായിരിക്കേ. ജസ്റ്റസിന്റെ PDF ഓഫ് ആവുന്നില്ലല്ലോ അവിടെ. എന്റെ PDF ഒന്നുമല്ല. അല്ല വാട്സപ്പ്. ഓക്കെ, സെക്കൻഡ് ഫസ്റ്റ് വൺ
നീ എന്താണ് നെയിം ദ ഫോളോയിങ്ങിൽ സെക്കൻഡ് വൺ എഴുതിയിട്ടില്ലല്ലേ? എ കോയിൽ ബിഹേവ് ലൈക്സ് എ മാഗ, അതിൻ്റെ ആൻസർ കണ്ടില്ലല്ലോ. ഓക്കെ, മിസ് അത് വിട്ടുപോയതാട്ടോ, സോറി. നിന്റെ ചെവിക്ക് ഞാൻ പിടിക്കും. ഏതാ മിസ് നെയിം ദ ഫോളോയിങ് അല്ലേ? നെയിം ദ ഫോളോയിങ്ങിൽ സെക്കൻഡ് വൺ എഴുതിയിട്ടില്ല. ആദ്യം വിട്ടോ? ഞാൻ അറിഞ്ഞുകൊണ്ട് വിട്ടതാണോ അറിയാണ്ട് വിട്ടാണോ? അറിഞ്ഞോണ്ട് വിട്ടോ. ആ, എന്നൊരു 5 പ്രാവശ്യം ഇങ്ങോട്ട് എംപോസിഷൻ എഴുതി അയച്ചാ കേട്ടോ. അല്ല മിസ്, അത് അറിയാതെ പോയതാ. ആ, എന്താ 2 പ്രാവശ്യം എഴുതിയാൽ മതി. ഓക്കെ, അതൊഴിച്ച് ബാക്കിയെല്ലാം ഫുൾ മാർക്കുണ്ട്. ഓക്കെ, സെറ്റ്. ഓക്കെ, സെറ്റ് ആവുമായിരുന്നു ശരിക്ക്, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നീ കൊത്തൊക്കെ കാണിച്ചു. മിസ് അതിന്റെ ആൻസർ എന്നാ? എന്താ? അല്ല, ഇപ്പം പറയാൻ പറ്റത്തില്ല. നീ എന്നെ അങ്ങനെ പറ്റിക്കാതെ. ഞാൻ ശ്രീവിഷ്ണുവേ, നിന്റെ ക്യാമറ പിന്നെ ക്ലാരിറ്റി തീരെ കുറവാണല്ലോടാ. യെസ് മിസ്, എന്റെ ക്യാമറ എന്തോ കുഴപ്പമുണ്ട്. എന്റെ ക്യാമറയ്ക്ക് കുഴപ്പമുണ്ട്. അതിന്റെ ഇതിന്റെ ഡിസ്പ്ലേ മാറ്റം കൊടുത്തപ്പോ അതിന്റെ ക്യാമറ പിന്നെ തിരിച്ചു കിട്ടിയിരുന്നു. ഞാൻ ഒന്നുകൂടി രാത്രി അയച്ചേ. ആ സമയം കോപ്പിയൊക്കെ അടിച്ച് സെറ്റ് ആക്കിയോ? ഒട്ടും ക്ലിയർ അല്ലേ മിസ്സേ? ഉണ്ടടാ, ഞാൻ വയസ്സത്തി അല്ലേടാ, കണ്ണ് കാണണ്ടേ. ഫ്രണ്ട് ക്യാമറ മാത്രമേ കൊള്ളത്തുള്ളൂ. എന്തോന്ന്? ഫ്രണ്ട് ക്യാമറ മാത്രമേ ഇതിന്റെ കൊള്ളത്തുള്ളൂ. ഓക്കെ, ഓക്കെ, ഗുഡ്, കംപ്ലീറ്റ് ശരിയാണ് ശ്രീവിഷ്ണു, ഫുള്ള് ശരിയാണ്. മിസ് ജുവാൻ എനിക്ക് മാർക്കേ ചെയ്തിട്ടില്ല കേട്ടോ. ഏത് ക്ലാസ്? ഇപ്പത്തെയാണാ? മിസ്സേ, പണ്ടത്തെ. ഞാൻ ഇപ്പൊ മിസ്സിന് അയച്ചു തരാൻ വേണ്ടി വീഡിയോ ഓഫ് ആക്കിക്കോട്ടെ? ഓക്കെ, only